ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലെമൺ റൈസാണ്. അതിന് വേണ്ടുന്ന അരിയാണിത്. 1-1.5 കപ്പ് അരിയുണ്ട്. പിന്നെ കുറച്ച് കരിയാപ്പില, മല്ലിയില, കൂടാതെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 ചെറുനാരങ്ങ, പൊട്ടുകടല, വെളുത്തുള്ളി, 2 സവാള, പിന്നെ ഒരിത്തിരി കപ്പലണ്ടി. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടുന്നത്. ആദ്യം നമ്മൾ അരി വേവിച്ച് ഒട്ടാത്ത തരത്തിൽ വേവിച്ചെടുക്കണം. അതായത് അധികം അങ്ങ് വെന്ത് പോകരുത്. വെന്ത് പോയാൽ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല, കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് അതില്ലാത്ത തരത്തിൽ ഒന്ന് അരി വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ വരാം. നമ്മളെടുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണ്ടുന്നത് ഇത്തിരി വെളിച്ചെണ്ണ വേണം. ഒന്ന് ഫ്രൈ ചെയ്യാനൊക്കെ, താളിക്കാനായിട്ട് ആദ്യത്തെ താളിപ്പിന് ഒരു ഇത്തിരി എണ്ണ വേണം നമുക്ക്. അപ്പോൾ അത് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് കടുകും ശകലം ജീരകവും കൂടെ അതിനകത്ത് ഇടണം. 2 കപ്പമുളകും കൂടി ഇട്ടാൽ നല്ല നന്നായി ഒരു ഷോ കാണും. എല്ലാം കൂടി കിടക്കുന്നുണ്ട്, നല്ലൊരു ഭംഗി കാണും റൈസിന്. ഒരു ശകലം മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇതിനകത്തിടും കേട്ടോ. ഞാനത് ആദ്യം അങ്ങ് പറയാൻ മറന്നുപോയി. അതുകൊണ്ടാണിപ്പം വീണ്ടും ഞാൻ പറയുന്നത്. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടും, എന്നാലേ ഒരു യെല്ലോയിഷ് കളർ വരത്തുള്ളേ. അരി ഞാൻ റൈസ് കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട്. വെള്ളത്തിലേക്കിട്ട് വെള്ളം നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരി ഇടുക. എന്നിട്ട് അതിലോട്ട് തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ അരിക്കൊരു ടേസ്റ്റ് കാണും, നമ്മുടെ ലെമൺ റൈസിനൊരു ടേസ്റ്റ് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കഴിയുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. നമ്മൾ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു, നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ശകലം എണ്ണ ഒഴിക്കുക. ഒരുപാട് എണ്ണ വല്ലാണ്ട് ഒട്ടിയിരിക്കും അതിൽ. ശകലം എണ്ണ ഒഴിക്കുക. പിന്നെ ആ കടുകും ജീരകവും കൂടെ എടുത്ത് വെച്ചേക്കുന്നത് ഇട്ടേക്കുക. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇനി അടുത്തത് കരിയാപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് വേണം കരിയാപ്പിലയും പച്ചമുളകും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് രണ്ടും ഒന്ന് വഴണ്ട് കഴിയുന്ന ഉടനെ കരിയാപ്പിലയും പച്ചമുളകും ഒന്ന് വഴണ്ട് കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ഫ്രൈ ആവണം. ഒന്ന് ചെറുതായിട്ടൊരു ചുവപ്പ് നിറം വരണമേ. അല്ലാതെങ്കിൽ അതിന് പച്ച ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒക്കെ ഒരു ചുവ വരും. അതുകൊണ്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കുക. അതൊന്ന് ഫ്രൈ ആയി കഴിയുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി മൂത്ത് കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യണം, അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാളയും പറഞ്ഞതുപോലെ നല്ലവണ്ണം മൂക്കണം. സവാളയ്ക്കകത്ത് ശകലം ഉപ്പിട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്നായിരിക്കും അത് മൂക്കുന്നത്. നമുക്ക് എന്തായാലും റൈസിൽ ശകലം ഇട്ടെങ്കിലും കുറച്ചുകൂടെ ആഡപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണമല്ലോ. അതുകൊണ്ട് സവാളയ്ക്കകത്തോടെ ശകലം ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതുമൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് കുറേ സാധനങ്ങൾ നല്ലവണ്ണം മൂത്ത് വരാനുണ്ട്. കപ്പലണ്ടിയും ഒക്കെ പൊട്ടുകടലയും ഒക്കെ മൂക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒന്നും ഫ്രൈ ചെയ്ത് ഇടുന്നില്ല. ഞാനെല്ലാം ഒറ്റ എണ്ണത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനാണ്. അതുകൊണ്ട് സവാള അധികം കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൈഡിലേക്കൊന്ന് ഒതുക്കിക്കൊണ്ട് അവിടേക്ക് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയി കഴിയുന്ന ഉടനെ കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ പൊട്ടുകടല ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ ടപ്പെന്നൊരു ശബ്ദമൊക്കെ കേൾക്കും. അപ്പം നമുക്ക് ആ ടപ്പത്തിന് ശബ്ദം കേൾക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതെല്ലാം ഫ്രൈ ആയെന്നുള്ളത്.
ചോറിന് ലെമൺ റൈസിനാകുമ്പോൾ അധികം നമ്മളങ്ങ് കരിക്കരുത് കപ്പലണ്ടി. കുറച്ച് ഒന്ന് ഫ്രൈ ആയാൽ മതി. എന്തായാലും ഇതിനൊരു വെള്ളം നനവ് വരും. അപ്പോൾ ഇത് അമ്മങ്ങിയ പോലെ ആവും. അതുകൊണ്ട് ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടുകടലയും ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലെമൺ റൈസിന് എടുക്കുന്നത്. ഫ്രൈ പിന്നെ ഇതിനകത്തേക്ക് വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ റൈസ് ഊറ്റി ഇട്ട് കൊടുത്ത് ലെമൺ പിഴിഞ്ഞ് ഒഴിച്ച് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് തീരും. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്ക്. പിന്നെ അരി വേണം. അരിക്കകത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പച്ചരി ആകുമ്പോൾ എപ്പോഴും ഒരിത്തിരി പഞ്ചസാരയും ശകലം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകത്തില്ല. ലെമൺ റൈസിനും ടൊമാറ്റോ റൈസിനും കേർഡ് റൈസിനും ഒക്കെ പച്ചരിയാണല്ലോ നല്ലത്. നമ്മുടെ പുഴുക്കലരിയേക്കാൾ നല്ലത് പച്ചരിയാണ്. പുഴുക്കലരി ഇട്ടാൽ ടേസ്റ്റ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, അതും നമ്മൾ ചെയ്യും. പക്ഷേ എന്നാലും ടേസ്റ്റ് പച്ചരിക്ക. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് റൈസ് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഇളക്കി ചേർത്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം റൈസ് ഇടുക, അതിനകത്തേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ലാസ്റ്റിൽ ഉപ്പ് നോക്കുക, മല്ലിയിലേക്ക് ഇളക്കുക. ഇതാണ് നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ഇനി അടുത്തത് ഞാൻ ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത്. ലെമൺ ജ്യൂസ് ഒഴിച്ചു. ഇനി നമ്മൾ മല്ലിയിലയും കരിയാപ്പിലയും കൂടെ പുറത്തിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കുക. ഇനി നമുക്ക് അത്യാവശ്യം എപ്പോഴാണെന്ന് വെച്ചാൽ കഴിക്കേണ്ട സമയത്ത് കഴിക്കുക. ഇതിൻ്റെ കൂടെ അച്ചാറാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സാലഡ്. അല്ലാണ്ട് വേറെ കറികളൊന്നും അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, താങ്ക് യു.